ഹരി ഓം. എല്ലാ പ്രിയമിത്രങ്ങൾക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത നിത്യസാധനയിലേക്ക് ഏവർക്കും സ്വാഗതം. അറിവ് സംസ്കൃതിയുടെ നിറവ്. ബാഹ്യമായ എല്ലാ സംഘങ്ങളിൽ നിന്നും മുക്തനായി ജ്ഞാനാധിഷ്ഠിതമായ മനസ്സോടെ യജ്ഞഭാവനയോടുകൂടി സ്വാർത്ഥത ഒട്ടുമില്ലാതെ കർമ്മമനുഷ്ഠിക്കുന്നവൻ്റെ എല്ലാ കർമ്മങ്ങളും കർമ്മഫലത്തെ സൃഷ്ടിക്കാതെ വിലയം പ്രാപിക്കുമെന്ന് പാർത്ഥനെ ഉപദേശിച്ച പാർത്ഥസാരഥി ജ്ഞാനാവസ്ഥിത ചിത്തനായ കർമ്മയോഗിയുടെ കർമ്മഭാവന എങ്ങനെയെന്ന് വിശദമാക്കുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 24-ാം ശ്ലോകമാണ്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഃ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണ ഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. കേരളവ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെയും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ബ്രഹ്മാഗ്നിയിൽ ബ്രഹ്മഹവ്യം, ബ്രഹ്മാൽ ബ്രഹ്മാർപ്പണം ഹുതം, ബ്രഹ്മത്തിലെത്തിടുമവൻ ബ്രഹ്മകർമ്മ സമാധിയാൽ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഃ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മാഗ്നിയിൽ ബ്രഹ്മഹവ്യം, ബ്രഹ്മാൽ ബ്രഹ്മാർപ്പണം ഹുതം, ബ്രഹ്മത്തിലെത്തിയിടുമവൻ ബ്രഹ്മകർമ്മ സമാധിയാൽ. ബ്രഹ്മത്താൽ തന്നെ ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ബ്രഹ്മമാകുന്ന ഹവിസ് ഹോമിക്കപ്പെടുന്നു. ഇങ്ങനെ സകല കർമ്മങ്ങളിലും ബ്രഹ്മബുദ്ധിയുള്ളവനാൽ പ്രാപിക്കപ്പെടുന്നതും ബ്രഹ്മം തന്നെ. കഴിഞ്ഞ അധ്യായമായ കർമ്മയോഗത്തിലെ 14-ാം ശ്ലോകത്തിൽ ജീവജാലങ്ങൾ അന്നത്തിൽ നിന്നും, അന്നം മഴയിൽ നിന്നും, മഴ യജ്ഞത്തിൽ നിന്നും, യജ്ഞം കർമ്മത്തിൽ നിന്നും ഉത്ഭവിക്കുന്നുവെന്ന് നമ്മൾ ശ്രദ്ധിച്ചിരുന്നുവല്ലോ. ലോകാനുഗ്രഹമായ നിസ്വാർത്ഥ കർമ്മങ്ങളെല്ലാം യജ്ഞഭാവത്തെ കൈക്കൊള്ളുമെന്നതിനാൽ സ്വകർമ്മത്തെ യജ്ഞഭാവനയോടുകൂടി നിർവഹിക്കുവാൻ പാർത്ഥനെ ഉപദേശിച്ച ഭഗവാൻ കർമ്മം ബ്രഹ്മത്തിൽ നിന്നും ഉത്ഭവിച്ചതാണെന്നും പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങൾക്കും ആധാരമായി വർത്തിക്കുന്ന ബ്രഹ്മം യജ്ഞരൂപമാർന്ന കർമ്മത്തിൽ നിലകൊള്ളുന്നുവെന്നും തുടർന്ന് വിശദമാക്കി. ചലനരഹിതമായ ബ്രഹ്മത്തിൽ നിന്നുത്ഭവിച്ച് ചലനാത്മകമായ കർമ്മവ്യവസ്ഥയിൽ നിലകൊള്ളുന്ന നമ്മൾ തിരിച്ച് ചലനരഹിതമായ അവസ്ഥയിലെത്താൻ പുതിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാതെ ചലനാത്മകതയിലൂടെ തന്നെ മുന്നോട്ട് ചലിക്കുന്നു. പല ചലനങ്ങളും സൃഷ്ടിച്ച് കടന്നുവന്ന നമ്മൾ യാതൊരു ചലനവും സൃഷ്ടിക്കാതെ ഉദ്ഭവസ്ഥാനത്തേക്ക് ചലിക്കുന്നു. ചലനരഹിതമായ അവസ്ഥയിലല്ല, മറിച്ച് ചലനാത്മകതയിൽ നിന്നുകൊണ്ടു മാത്രമേ ചലിക്കാൻ കഴിയുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മത്തോടുള്ള നമ്മുടെ ഭാവനയുടെ ഏകാഗ്രതയിലാണ് ഓരോ കർമ്മവും ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതെന്ന് നമുക്കറിയാം. തുടക്കം മുതൽ ഒടുക്കം വരെ കർമ്മത്തിലുള്ള ഏകാഗ്രത കൈവെടിയാനും പാടില്ല. ബ്രഹ്മസാക്ഷാത്കാരത്തിനും ഈ വ്യവസ്ഥ അനിവാര്യമാണ്. പ്രപഞ്ചമാകെ വ്യാപിച്ചു നിൽക്കുന്ന ബ്രഹ്മത്തിലേക്കാണല്ലോ ജീവന്റെ പ്രയാണം. അതുകൊണ്ട് തന്നെ ജീവനിൽ ബ്രഹ്മതത്വം പ്രകാശിക്കണമെങ്കിൽ ഇന്ദ്രിയാധിഷ്ഠിതമായ എല്ലാ കർമ്മങ്ങളിലും ബ്രഹ്മതത്വത്തെ കാണുവാൻ നമുക്ക് കഴിയണം. ഗാഠനിദ്രയിൽ നിന്ന് ഉണരുന്നത് മുതൽ നിഗൂഢനിദ്രയിലേക്ക് എത്തിച്ചേരുന്നതുവരെ ചലനാത്മകതയിലെല്ലാം ഈ ഭാവന മനസ്സിലുറപ്പിക്കണം. സ്വയം ചലനാത്മകമായ കർമ്മത്തിൽ നിന്നുകൊണ്ട്
ചലനരഹിതമായ അകർമ്മത്തെ ഭാവന ചെയ്ത് മുന്നോട്ടു പോവുക. ലക്ഷ്യത്തിൻ്റെ സ്വഭാവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ സ്വഭാവാനുസൃതമായ ചലനം തടസ്സപ്പെടുത്താതിരിക്കുകയും ആ ചലനം ലോകത്തിന് അനുഗ്രഹമാകുകയും ചെയ്യുന്ന ജീവൻ്റെ പ്രയാണം. അങ്ങനെ കർമ്മത്തിൽ ഏർപ്പെടുന്ന മഹാത്മാവിന് കർമ്മത്തിലേർപ്പെടുന്ന തന്നിൽ മാത്രമല്ല, കാണുന്നതും കേൾക്കുന്നതും തുടങ്ങി എല്ലാ ഇന്ദ്രിയാനുഭവങ്ങളിലും കർമ്മത്തിനാധാരമായി വർത്തിക്കുന്ന ബ്രഹ്മത്തെ മാത്രമേ ഭാവന ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈശ്വര സാക്ഷാത്കാര മാർഗങ്ങളിൽ അഗ്നിമുഖമായി നിർവഹിക്കുന്ന കർമ്മങ്ങൾക്കാണല്ലോ കൂടുതൽ ശ്രേഷ്ഠത്വം നൽകിയിരിക്കുന്നത്. എല്ലാറ്റിനെയും പരിശുദ്ധമാക്കുന്ന വൈശിഷ്ട്യം പഞ്ചഭൂതങ്ങളിൽ അഗ്നിക്കാണ് പൂർവികർ കൽപ്പിച്ചിരിക്കുന്നതും. അഗ്നിയുടെ പവിത്രീകരണ ശക്തി തിരിച്ചറിഞ്ഞതിനാലാണ് ഋഷീശ്വരന്മാർ വേദങ്ങളിൽ യാഗങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അജ്ഞാനാന്ധകാരത്തിൽ നിന്നും മുക്തമാക്കുന്ന ജ്ഞാനസ്വരൂപിയായും നമ്മുടെ സംസ്കാരത്തിൽ അഗ്നിക്ക് സ്ഥാനമുണ്ട്. യജമാനൻ, ക്രിയ, ദ്രവ്യം, മാർഗം, ലക്ഷ്യം എന്നിങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം ബ്രഹ്മമായി കാണുന്ന ജ്ഞാനി തൻ്റെ കർമ്മജീവിതത്തെ ലോകാനുഗ്രഹരൂപമായ കർമ്മയജ്ഞമായി കണ്ട് മുന്നോട്ടു പോകുന്നു. സത്യത്തെ ലക്ഷ്യമാക്കി ധർമ്മബോധത്തോടെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും യജ്ഞമാണല്ലോ. കർമ്മയോഗിയുടെ കർമ്മഭാവനയെ ഉപദേശിക്കുന്ന പാർത്ഥസാരഥിയെയാണല്ലോ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചത്. ബ്രഹ്മത്തെ പ്രാപ്യസ്ഥാനമായി കണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിനായി ജീവിതം നയിക്കുന്ന ജ്ഞാനിയായ യജമാനൻ പ്രപഞ്ചരൂപമായ ബ്രഹ്മത്തെ ഹോമകുണ്ഠമായി കണ്ട് സർവവും ബ്രഹ്മമയം എന്ന ജ്ഞാനത്തെ അഗ്നിയായി ജ്വലിപ്പിച്ച് കർമ്മകാരണമായ വാസനാവിഷയങ്ങളാകുന്ന ഹോമദ്രവ്യത്തെ ജ്ഞാനാഗ്നിയിൽ സമർപ്പിക്കുന്നു. സർവം ബ്രഹ്മമയമായി കണ്ട് കർമ്മത്തിലേർപ്പെടുന്ന ജ്ഞാനിയുടെ യജ്ഞഭാവന ഏകാഗ്രതയിൽ ബ്രഹ്മാനുഭവപ്രാപ്തിയിലേക്ക് നയിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ജ്ഞാനസിദ്ധമായ മനസ്സോടെ സർവം ബ്രഹ്മമയം എന്ന ഭാവനയോടെ കർമ്മത്തിൽ ഏർപ്പെടുന്നത് ജ്ഞാനിയെ സംബന്ധിച്ച് എളുപ്പമാണെങ്കിലും ധർമ്മബോധത്തോടെ സത്യാന്വേഷണ മാർഗത്തിൽ ചിത്തശുദ്ധി വരുത്തി ജ്ഞാനപ്രാപ്തിയിലേക്ക് നയിക്കുന്ന വിവിധ യജ്ഞങ്ങളെ തുടർന്ന് വിവരിക്കുന്ന പരമജ്ഞാനിയെ അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നന്ദി, നമസ്കാരം. ഹരി ഓം.